ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഒരു ആവേശകരമായുള്ള മത്സരം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ റഫറിക്ക് റെഡ് കാർഡൊക്കെ പുറത്തെടുക്കേണ്ടി വന്നു. ഫസ്റ്റ് ഹാഫിൽ ഗോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ അറ്റാക്കുകളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. മാറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു ലൈനപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഡീസൻ്റ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു അറ്റാക്കിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആദ്യം സ്കോർ ചെയ്തത് നോർത്ത് ഈസ്റ്റ് ആണ്. ചെറിയൊരു മിസ്റ്റേക്കിൽ നിന്നാണ് അവർക്ക് ആ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയത്. പിന്നീട് കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ ഗോൾ അടിക്കണം എന്ന മൈൻഡോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഒരുപാട് സ്പീഡി അറ്റാക്കുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അങ്ങനെ കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ നോവ വീണ്ടും വന്ന് ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ ഗോൾ നേടി. ഈ ഒരു മത്സരത്തിൽ പ്രീതം കോട്ടാലിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ ഇത്തവണയും മികച്ച പ്രകടനം തന്നെയാണ് താരത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. നോർത്ത് ഈസ്റ്റ് വീണ്ടും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഓഫ് സൈഡായി. പിന്നെ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ നോവ ഇത്തവണയും മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പല നിർണായക നിമിഷങ്ങളിലും താരം സ്കോർ ചെയ്യുന്നുണ്ട്, താരം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇത്തവണയും സമനിലയാക്കാൻ നോവ വേണ്ടി വന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 മത്സരങ്ങൾക്ക് ശേഷം 3-ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനായിട്ടുള്ള അഡ്രിയാൻ ലൂണ മത്സരത്തിന് ഇറങ്ങി. ഇസ്യൂസിന് പകരമായിട്ടാണ് ലൂണ ഇറങ്ങിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന മിനിറ്റിലൊക്കെ മികച്ച രീതിയിൽ ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എങ്കിലും ഗോൾ അടിക്കാൻ സാധിച്ചില്ല. നിർഭാഗ്യത്താൽ പല ഈസി ചാൻസുകൾ പോലും കൺവേർട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ഗോളാകുമെന്ന് ഉറപ്പിച്ച പല ചാൻസുകളും മിസ്സാക്കി. അവസാന മിനിറ്റുകളിൽ നോവയുടെ ആ ഒരു പ്രകടന വീര്യം കുറയുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആദ്യ മത്സരത്തിൽ തോൽവിയും 2-ാം മത്സരത്തിൽ വിജയം, ഇപ്പോൾ ഇതാ 3-ാം മത്സരത്തിൽ സമനിലയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 3 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനിക്കുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.